ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ +2 ബോർഡ് എക്സാമിന് 94.6% വാങ്ങിയെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സിമ്പിൾ ടിപ്സ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ സയന്റിഫിക് പ്രിൻസിപ്പിളും കാര്യങ്ങളൊന്നും കുറേ ഉണ്ടാവില്ല, പക്ഷേ ഞാൻ ആക്ച്വലി ചെയ്ത കാര്യം. ഞാൻ മാത്രമല്ല, അലൻസാറ് ചെയ്ത കാര്യം കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൂപ്പരോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അലൻസാറിൻ്റെ മാർക്ക് ഈ ഒരു 6 ഇങ്ങോട്ടും 4 ഇങ്ങോട്ടും ആക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യങ്ങൾ. ഫസ്റ്റ് കാര്യം ഞാൻ എപ്പോഴും ചെയ്തത്, പലവരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ചാപ്റ്റർ കൃത്യമായി ട്രാക്ക് ചെയ്യാം. അതായത് പലവരും പബ്ലിക് എക്സാം നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. ഏത് ചാപ്റ്ററാണ് പഠിച്ചത്, ഏത് ചാപ്റ്ററൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, തീരെ അറിയില്ല, കുറച്ചറിയാം എന്നുള്ള കാര്യങ്ങൾ മിക്ക കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോരുത്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം, ഫിസിക്സിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൊടുക്കും, ഞാൻ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലയോ. ഇനി പഠിച്ചിട്ട് റിവിഷൻ കൂടി ചെയ്താൽ ചിലപ്പോൾ ഞാൻ 2 ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്താ ചെയ്തത്, പക്ഷേ ആ ഒരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ന് തീർക്കും, അല്ലെ അതിന്റെ റിവിഷൻ എന്ന് ചെയ്യും, അതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് ചെയ്യും എന്നുള്ളൊരു ബേസിക് ധാരണകളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാപ്റ്റേഴ്സ് ഏതൊക്കെ തീർത്തു, ഏതാണ് അതിന്റെ അവസ്ഥ എന്നുള്ള അറിയാതെ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നോക്കുക. രണ്ടാമത്തെ കാര്യമാണ്, എക്സാം ടൈമിൽ മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലാണ് സമയം കൂടുതൽ കൊടുത്തത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ. 1000 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഒന്നിരുന്ന് പിടിച്ചിട്ട് 200, 300, 400 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? ഓൾറെഡി നിങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടാവും. അതിന് അഡീഷണൽ ആയിട്ട് ആ ചോദ്യങ്ങളൊന്നുകൂടി റിവൈസ് ചെയ്യുക, എന്നിട്ട് കുറച്ച് എക്സ്ട്രാ ചോദ്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എഫക്റ്റീവ്ലി എന്താണ് പേപ്പർ നിങ്ങൾ ലീക്ക് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി തന്നെ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആ ഒരു എക്സാം ദിവസങ്ങൾ നോക്കിയത്. എന്നിട്ട് പഠിക്കുന്ന കാര്യത്തിലും ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് മാക്സിമം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഈ ഒരു സ്ട്രാറ്റജി ഓൾറെഡി കുറച്ച് പഠിച്ചവർക്കാണ് ഉപയോഗിക്കാൻ പറ്റുക. ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ചാപ്റ്റർ പഠിക്കേണ്ടി വരും, അല്ലാണ്ട് ക്വസ്റ്റ്യൻ മാത്രം നോക്കിക്കൊണ്ടിരുന്ന കാര്യമില്ല. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി, നിങ്ങൾ ചാപ്റ്റർ മാത്രം പഠിക്കുന്നതിൽ ഫുൾ സമയം കളയരുത്, ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ആൻസർ പഠിക്കുമ്പോഴും നിങ്ങൾ ആ ഒരു അണ്ടർലൈൻ കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത് കുറച്ചുകൂടി എഫക്റ്റീവ്ലി. കാരണം എന്താണ്, നിങ്ങൾക്ക് പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യം തന്നെയാണ് അവിടെ കിടപ്പുള്ളത്, അല്ലാതെ ഏതോ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി അങ്ങനെ പഠിക്കുകയല്ല. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓൾറെഡി കുറച്ച് പഠിച്ചവരാണെങ്കിൽ എന്തായാലും കൂടുതൽ സമയം, 80% സമയം നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഒരു 50% സമയമെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ സമയം ചിലവഴിച്ചിരിക്കണം. കാരണം അതാണ് നിങ്ങൾ പേപ്പറിൽ കാണാൻ പോകുന്നത്, അല്ലാണ്ട് കോൺസെപ്റ്റ് അറിയുമോ എന്നല്ലോ ചോദിക്കാൻ പോകുന്നവർ. മൂന്നാമത്തെ കാര്യം, ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യാനും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ ചോദ്യവും സിമ്പിൾ ആയിരിക്കില്ല. ചില ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ പരീക്ഷയിൽ വരാനുള്ള ചാൻസ് തന്നെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, ഇപ്പോൾ പരീക്ഷ ടഫായാലോ, പരീക്ഷ ടഫായാലോ വരില്ലേ. പരീക്ഷ ടഫായാലും ആരാ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ടഫ് ചോദ്യമാണ് വരാൻ പോകുന്നത്. പരീക്ഷ ടഫാകുന്ന സമയത്ത് മിക്ക സമയത്തും അന്നേവരെ കാണാത്ത ടൈപ്പ് ചോദ്യമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ചോദ്യം തന്നെ വരണമെന്ന് ഒരു ചാൻസ് ഇല്ല അവിടെ. അതിനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പം പരീക്ഷ ടഫാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടഫ് ചോദ്യത്തിന് പുറകെ ഒരു കാര്യമില്ല, നിങ്ങൾ അനാവശ്യമായിട്ട് സമയം വേസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിടുക, പരീക്ഷ പേപ്പർ നിങ്ങൾ ആക്ച്വലി എഴുതുമ്പോൾ നിങ്ങൾ വിടണം. ചില ചോദ്യങ്ങൾ നിങ്ങൾ എല്ലാ ചോദ്യവും ഉത്തരം എഴുതിയിട്ടല്ല നമ്മൾ ഫുൾ മാർക്ക് ആണെങ്കിൽ പോലും വാങ്ങുക. കാരണം ആക്ച്വലി പരീക്ഷ പേപ്പറിൽ ഓപ്ഷൻസ് ഉണ്ടാവും. മിക്ക സമയത്ത് ഒരു ടഫ് ചോദ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളത് അത്രത്തോളം ടഫ് ആയിരിക്കില്ല. അപ്പം പഠിക്കുന്ന സമയത്തും പരീക്ഷ സമയത്തും ചില ചോദ്യങ്ങൾ അല്ലെ ചില കിട്ടാത്ത ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടിയുള്ള ഒരു കഴിവും നിങ്ങൾ ഉണ്ടാക്കണം. അത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടില്ല, ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യരുത്. ഞാൻ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് മാക്സിമം അറിയുന്ന കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അതന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മിക്ക സമയത്തും നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച കാര്യം തന്നെ നമുക്ക് പരീക്ഷ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഇതിനെ പുതിയ കാര്യങ്ങൾ കുറേ പഠിക്കാൻ പോകുന്നത്, മാക്സിമം സമയം പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്ത് അത് 100% അറിയുന്നുള്ള ഒരു ഉറപ്പ് വരുത്താനാണ് ഞാൻ ശ്രമിച്ചത്. അലൻസാറിനോട് സംസാരിച്ചപ്പോൾ അലൻസാർ ഇതിനെ ചെയ്തത്, എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം എക്സാം ദിവസങ്ങളിൽ എക്സാമിന് തലേന്നൊക്കെ പഠിക്കുക എന്നല്ലാതെ മാക്സിമം ചെയ്യേണ്ടത് അറിയുന്ന കാര്യങ്ങൾ, അതിൽ കോൺസെപ്റ്റ്സും തിയറി മാത്രമല്ല ചോദ്യങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു എക്സാം ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു നല്ല മാർക്കൊക്കെ ഇപ്പോൾ ഞാൻ CBSE പഠിച്ചത്, സാമാന്യം നല്ല മാർക്ക് തന്നെയാണ്, അതൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തത്. ലാസ്റ്റ് കാര്യം ഞാൻ ചെയ്തത്, അത്യാവശ്യം പബ്ലിക് എക്സാമിനുള്ള ദിവസങ്ങളും അതിന് മുൻപുള്ള ദിവസങ്ങളും എല്ലാ ദിവസവും എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 8-10 മണിക്കൂറോ പഠിച്ചിട്ടുണ്ട്. കാരണം പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, കാരണം നേരത്തെ കുറേ പഠിച്ചു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു എന്ന് മാത്രമല്ല, അത് അത്യാവശ്യം സാമാന്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കും, അടുത്ത ദിവസം പിന്നെ ഉഴപ്പുക, ആ പരിപാടിയൊന്നുമല്ല.
അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട്. അലൻ സാറിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ദിവസങ്ങൾ വേറെ പരിപാടിക്കൊന്നുമില്ല. പിന്നെ അത്രയും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ല. എൻ്റെ ഓർമ്മ ശരിയാണ്, അന്ന് സ്വന്തമായിട്ട് ഒരു ഫോൺ പോലില്ലായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ മറ്റേ സ്മാർട്ട് ഫോൺ പോലത്തെ അല്ലാത്തൊരു ഫോണായിരുന്നു ഉള്ളത്. അപ്പോൾ പിന്നെ ആ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ മനസ്സിലാക്കുക. പല കുട്ടികളും ഇൻറ്റൻസിറ്റിയിൽ ഫോക്കസ് ചെയ്യും. ഇന്ന് ഞാൻ പഠിക്കും, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കും. ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കും, പിന്നെ അടുത്ത ദിവസം ചിലപ്പം മൂഡില്ലാണ്ട് 1 മണിക്കൂറോ ഇപ്പോൾ ഒന്നും പഠിക്കാത്ത അവസ്ഥയിൽ പോകും. അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ്, കൂടുതൽ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും 10 മണിക്കൂർ പഠിക്കാൻ പറ്റും, നിങ്ങൾ 8 മണിക്കൂർ പഠിക്കും. 8 മണിക്കൂർ പഠിക്കാൻ പറ്റും, എല്ലാ ദിവസവും 6 മണിക്കൂർ പഠിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ഈ 30 ഡേയ്സ് ഓൾമോസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ 30 ഡേയ്സ് നിങ്ങളെ ആക്ച്വലി കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. തീർച്ചയായും ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പബ്ലിക് എക്സാമിന് ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.